നോക്കാം. ജസ്ന കേസിൽ CBIക്ക് നിർണായക മൊഴി. പത്തനംതിട്ട സ്വദേശിയായ യുവാവിന് ജസ്നയെക്കുറിച്ച് അറിവുണ്ടെന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരൻ CBIക്ക് മൊഴി നൽകി. തടവുകാരനൊപ്പം സെല്ലിൽ കഴിഞ്ഞിരുന്ന യുവാവാണ് ജസ്നയെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് മൊഴി. വിവരങ്ങളുമായി അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി, ജസ്ന കേസിൽ ഒരു വഴിത്തിരിവാകുമോ ഈ മൊഴി? എന്തൊക്കെയാണ് ഈ മൊഴിയിൽ പറയുന്നത്? അജി, ജസ്ന കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കുന്ന ഒരു മൊഴിയാണോ ഇത്? എന്തൊക്കെയാണ് മൊഴിയിൽ പറയുന്നത്? CBI ആണ് ഫിജി ഈ കേസ് ഇപ്പോൾ നിലവിൽ അന്വേഷിക്കുന്നത്. തിരുവനന്തപുരം യൂണിറ്റാണ് CBIയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അജിയിലേക്ക് തിരികെ എത്താൻ പെട്ടെന്ന് തന്നെ ജസ്ന കേസിൽ CBIക്ക് നിർണായക മൊഴി ലഭിച്ചിരിക്കുന്നു എന്നാണ് വിവരം. പത്തനംതിട്ട സ്വദേശിയായ യുവാവിന് ജസ്നയെക്കുറിച്ച് അറിവുണ്ട് എന്നാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരൻ CBIക്ക് മൊഴി നൽകിയിരിക്കുന്നത്. തടവുകാരനൊപ്പം സെല്ലിൽ കഴിഞ്ഞിരുന്ന യുവാവാണ് ജസ്നയെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് മൊഴിയിൽ ഉള്ളത്. എന്തായാലും ഈ മൊഴിയുടെ വിശ്വാസ്യത സംബന്ധിച്ച്, ആധികാരികത സംബന്ധിച്ച് പോലീസിന് സംശയമുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. ഈ വഴിക്കായിരിക്കുമോ ഇനി അന്വേഷണം എന്ന് കരുതേണ്ടതുണ്ട്. ജസ്ന കേസിൽ CBIക്ക് നിർണായക മൊഴി ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പത്തനംതിട്ട സ്വദേശിയായ യുവാവിന് ജസ്നയെക്കുറിച്ച് അറിവുണ്ട് എന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഒരു തടവുകാരൻ CBIക്ക് മൊഴി നൽകിയിരിക്കുന്നു. തടവുകാരൻ്റെ മൊഴിയാണ് ഇപ്പോൾ CBIക്ക് ലഭിച്ചിരിക്കുന്നത്. തടവുകാരനൊപ്പം സെല്ലിൽ കഴിഞ്ഞിരുന്ന യുവാവ് തന്നെയാണ് ജസ്നയെക്കുറിച്ച് പറഞ്ഞത് എന്നാണ്. എന്നാൽ എന്താണ് ഈ ജസ്നയെക്കുറിച്ച് യുവാവ് നൽകിയിരിക്കുന്ന മൊഴിയിലുള്ളത് എന്ന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. CBI ഇക്കാര്യത്തിൽ തുടരന്വേഷണം എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ് നിർണായകം. പത്തനംതിട്ട സ്വദേശിയായ യുവാവിന് ജസ്നയെക്കുറിച്ച് അറിവുണ്ട് എന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരൻ CBIക്ക് മൊഴി നൽകി. നമുക്കറിയാം, വർഷങ്ങളായി ജസ്നയെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു കേരള പോലീസും അതുപോലെ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെ. CBI കേസ് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേരുകയാണ്. അജി, ജസ്ന കേസിൽ ഈ നിർണായക മൊഴിയിൽ CBI എന്തൊക്കെ കണ്ടെത്തുന്നുണ്ട്, എന്തൊക്കെ ധരിക്കുന്നുണ്ട്, എന്താണ് ഈ മൊഴിയിൽ പറയുന്നത്? ഫിജി, 2018 പത്തനംതിട്ട മുക്കൂട്ടുതറ സ്വദേശിയായ ജസ്ന മരിയ ജെയിംസിനെ കാണാതായത്. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു ജസ്ന കേസും തോന്നലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരുപാട് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആയിരുന്നു ഈ കേസ് ആദ്യം അന്വേഷിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നിന്ന് വിശ്വാസമില്ല എന്ന് ജസ്നയുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ അറിയിക്കുകയും തുടർന്ന് ഹൈക്കോടതി CBI ഈ കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട CBIയുടെ തിരുവനന്തപുരം യൂണിറ്റിനോട് ഈ കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടു. CBIയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന നിർണായകമായ വിവരം, പത്തനംതിട്ട സ്വദേശിയായ യുവാവിന് ജസ്ന തിരോധനവുമായി ബന്ധപ്പെട്ട് അറിവുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. അതായത് ഈ പത്തനംതിട്ട സ്വദേശിയായ യുവാവ് മോഷണ കേസിൽ അറസ്റ്റിലായി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. ഈ യുവാവ് സഹതടവുകാരനായ മറ്റൊരു യുവാവിനോടാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. അതായത് ജസ്ന തിരോധനവുമായി ബന്ധപ്പെട്ട് തനിക്ക് കാര്യങ്ങൾ അറിയാം, ഈ ജസ്ന എവിടെയാണ് പോയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് അറിയാമെന്ന് ഈ യുവാവ്, പത്തനംതിട്ട സ്വദേശിയായ യുവാവ് സഹതടവുകാരനായ മറ്റു യുവാവിനോട് വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സഹതടവുകാരനായ യുവാവ് പൂജപ്പുര ജയിൽ അധികൃതരെ വിവരം അറിയിക്കുകയും ഈ ജയിൽ അധികൃതരാണ് CBI തിരുവനന്തപുരം യൂണിറ്റിനോട് ഈ നിർണായകമായ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത്. ഇതോടുകൂടെ അന്വേഷണത്തിൽ വലിയൊരു പുരോഗതി കാണാൻ കഴിയുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. നേരത്തെ പത്തനംതിട്ട SP ആയിരുന്ന KG സൈമൺ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട്, അല്ലെങ്കിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്ന് പത്തനംതിട്ട SP ആയിരുന്ന KG സൈമൺ നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. KG സൈമണിന്റെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു പുതിയ വെളിപ്പെടുത്തലുകൾ, അതായത് CBIയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. ഏതായാലും ഈ ജസ്ന തിരോധനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ, ഈ ജസ്ന തിരോധനവുമായി ബന്ധപ്പെട്ട പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥരും ആകെ കിട്ടിയിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്, അത് ഈ ജസ്ന ബസ്സിൽ കയറി പോകുന്ന ഒരു CCTV ദൃശ്യം മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. മുക്കൂട്ടുതറയിൽ നിന്നും എരുമേലിയിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറുന്ന ഒരു ദൃശ്യം മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് ആകെ, അന്വേഷണ സംഘത്തിന് ആകെ
ലഭിച്ചത്. പിന്നെ ജസ്നയുടെ രൂപസാദൃശ്യമുള്ള പലരെയും പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടെത്തി എന്ന് പറയുന്നു. ജസ്ന സിറിയയിലേക്ക് പോയതായി പറയുന്നു. അങ്ങനെ ചെറിയ ഊഹാപോഹങ്ങൾ ഉണ്ടായി. ജസ്നയുടെ പിതാവിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലടക്കം കുഴികൾ മാന്തി അടക്കം പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം. വാഗമൺ കാടുകളും എരുമേലി കാടുകളും ശബരിമല കാടുകളിലെല്ലാം കയറി അന്വേഷണ സംഘം പരിശോധിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലായിരുന്നു അന്വേഷണവുമായി മുന്നോട്ട് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പോയിക്കൊണ്ടിരുന്നത്. സംസ്ഥാന പോലീസിന് ശേഷം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചപ്പോൾ ഇതിനകത്ത് വഴിത്തിരിവുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജസ്നയുമായി ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യം. ജസ്ന ആൺ സുഹൃത്തിനൊപ്പം പോയി എന്ന് പറയുന്നു. ഈ നിരവധി പേരുടെ 1000-ഓളം പേരുടെ ഫോൺ കോളുകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരുപാട് ഊഹാപോഹങ്ങളും സംസ്ഥാന പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂവായി ജസ്ന തിരോധാന കേസ് മാറി എന്നുള്ളതിൽ നാണക്കേടായി മാറിയ ഒരു അവസ്ഥയൊക്കെ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് ജസ്നയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ കേസിൽ ഈ തുടരന്വേഷണം CBIക്ക് നൽകണം എന്ന് ആവശ്യപ്പെടുകയാണ്. CBI അന്വേഷിച്ചപ്പോഴാണ് നിർണായകമായ വിവരങ്ങളൊക്കെ ലഭിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും CBIക്ക് മറ്റ് വിവരങ്ങൾ കൈമാറുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് ഇന്ന് ഈ നിർണായകമായ വിവരം ലഭിക്കുന്നത്. ഇന്ന് എന്ന് നമുക്ക് ഒരിക്കലും വിജി പറയാൻ കഴിയില്ല. കാരണം ഈ CBIക്ക് ഈ വിവരം 2 ദിവസം മുൻപ് തന്നെ ലഭിച്ചിരുന്നു. CBI മാധ്യമങ്ങളോട് ഈ കാര്യം വ്യക്തമാക്കുന്നത് ഇന്ന് എന്ന് മാത്രമാണ്. കാരണം ഈ യുവാവ് ഇപ്പോൾ ഒളിവിലാണ്. പത്തനംതിട്ട സ്വദേശിയായ ഈ യുവാവ് ഒളിവിലാണ്. CBI ഉദ്യോഗസ്ഥനോട് ഞാൻ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ച ഈ യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. കാരണം ഈ യുവാവിന്, അതായത് പത്തനംതിട്ട സ്വദേശിയായ ഈ യുവാവിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. ഈ യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയുള്ളൂ. ഈ മോഷണക്കേസിലെ പ്രതിയായ ഈ യുവാവിനെ മുൻപ് അന്വേഷണ സംഘവും ക്രൈംബ്രാഞ്ചും ഒന്നും തന്നെയും ചോദ്യം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. യുവാവിനായുള്ള തെരച്ചിൽ 2 ദിവസം മുൻപ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം മോഷണക്കേസിലെ പ്രതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയായതിനു ശേഷമാണ് അദ്ദേഹം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് പോന്നു. ഇപ്പോൾ ജസ്ന എവിടെയുണ്ടെന്നോ മറ്റുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നെന്നോ എന്നുള്ള കാര്യങ്ങൾ ഒന്നും CBIക്ക് അറിവുള്ളതല്ല എന്ന് തന്നെയാണോ? ഈ യുവാവിനെ കിട്ടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുള്ളൂ. CBIയെ സംബന്ധിച്ചും ആ അന്വേഷണത്തിലാണോ CBI ഇപ്പോൾ? അത് തീർച്ചയായും ഫിജി സൂചിപ്പിച്ചത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ യുവാവിനെ കിട്ടിയാൽ മാത്രമേ ജസ്ന എവിടെയുണ്ട് എന്ന് അറിയാൻ കഴിയുള്ളൂ. കാരണം 2018 മുതൽ ഈ ജസ്നയെ പറ്റിയുള്ള നിരന്തരമായ അന്വേഷണത്തിലാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാനും ഈ ജസ്ന മരിയ ജെയിംസിന്റെ പുറകിലുള്ള ഒരു അന്വേഷണത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തനം കൂടിയായിരുന്നു. കാരണം അന്ന് മുതൽ തന്നെ ഈ കേസിന്റെ വിവിധ കേസ് ഡയറികൾ പരിശോധിക്കുന്നു. 1000-ഓളം പേരെ പരിശോധിക്കുന്നു. ജസ്ന സിറിയയിലേക്ക് കടന്നതായിട്ടുള്ള വിവരം, അങ്ങനെയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ് കിട്ടുന്നത്. ജസ്ന മംഗലാപുരത്തുണ്ട്, ജസ്ന ഒരു കുട്ടിയുടെ അമ്മയായി, ഇങ്ങനെയുള്ള പല ഊഹാപോഹങ്ങളൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതൊന്നും തന്നെ മുഖവിലക്കെടുത്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോൾ CBI ഉദ്യോഗസ്ഥനുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ യുവാവിനെ കൂടുതൽ ചോദ്യം ചെയ്യണം. യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ജസ്ന എവിടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുള്ളൂ. നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ KG സൈമൺ പറഞ്ഞത് ജസ്ന എവിടെയാണ് എന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വ്യക്തത വരുത്താൻ കഴിയില്ല. അതിൽ കുറച്ച് തെളിവുകൾ കൂടി വേണം. കാരണം പോലീസ് ജസ്നയുടെ അടുത്തെത്തി എന്ന തരത്തിൽ KG സൈമൺ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KG സൈമൺ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പറയുമ്പോഴും ഈ കൃത്യമായ ഒരു വിവരം നൽകാൻ ജസ്നയുടെ കുടുംബത്തിന് കൃത്യമായ ഒരു ഈ ജസ്നയുടെ പിതാവായ ജെയിംസിനും അദ്ദേഹത്തിൻ്റെ ഈ ജസ്നയുടെ സഹോദരിക്കും ഒന്നും കൃത്യമായ വിവരം നൽകാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ്. കാരണം ഈ യുവാവിനെ ചോദ്യം ചെയ്താൽ പത്തനംതിട്ട സ്വദേശി എന്ന് എടുത്തു പറയുമ്പോൾ പത്തനംതിട്ട എരുമേലി മുക്കൂട്ടുതറ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു യുവാവാണ്. ഈ യുവാവിനെ പറ്റിയുള്ള കൃത്യമായ വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ മറ്റ് ചില നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ട് ധാർമ്മികമായി, എങ്കിലും ചോദിക്കുകയാണ്. ജസ്ന ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു മൊഴിയാണോ CBIക്ക് ലഭിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഫിജി, അത്തരത്തിൽ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ജസ്ന ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആശ്വാസകരമായ ഒരു വാർത്ത അത് തന്നെയാണ് നമുക്കിപ്പോഴും പറയാനുള്ളത്. CBI അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നതും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ യുവാവിനെ, പത്തനംതിട്ടക്കാരനായ എരുമേലിക്കാരനായ ഈ യുവാവിനെ ചോദ്യം ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. പക്ഷെ ഫിജി, ഒരു കാര്യവും കൂടെ നമുക്ക് പറയാനുണ്ട്. കാരണം ഈ നേരത്തെയും ഒരുപാട് ഊഹാപോഹങ്ങൾ
കേൾക്കേണ്ട സാഹചര്യം വന്നു. നേരത്തെ ഒരുപാട് ഊഹാപോഹങ്ങൾ ജസ്നയെ പറ്റി, ജസ്ന അവിടെയുണ്ട്, ജസ്ന സിറിയയിലേക്ക് കടന്നു, ബാംഗ്ലൂരിലേക്ക് കടന്നു, മംഗളൂരുവിലേക്ക് കടന്നു എന്ന് അടക്കമുള്ള ഊഹാപോഹങ്ങൾ കേട്ടിരുന്നു. പക്ഷേ ഈ ഊഹാപോഹങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയത്തില്ല. അന്നൊക്കെ തന്നെ ഈ അന്വേഷണത്തിന് ഈ മൊഴികളുടെയൊക്കെ പുറകിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പോയതാണ്. പക്ഷേ CBIക്ക് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഈ വിവരം അനുസരിച്ച് അത് വളരെ റെലവൻ്റ് ആയ തെളിവാണ്. ജസ്ന ജീവിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അത് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്കത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം CBIയുടെ ഭാഗത്തു നിന്നടക്കം അത് വലിയ രീതിയിൽ സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. നിയമപരമായ കുറേ പ്രശ്നങ്ങളിൽ ഉണ്ട് എന്ന് ഈ കാര്യത്തിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. കാരണം പിന്നെ CBI ഇതുവരെ അത് വെളിപ്പെടുത്തിയിട്ടില്ല ശരിക്കും. കാരണം ഈ യുവാവിനെ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. പക്ഷെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു പക്ഷേ CBIയുടെ കസ്റ്റഡിയിലായിരിക്കും ആ യുവാവ് ഉള്ളത് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ വിവരം ലഭിക്കുന്നത് ഇന്നല്ല, ഇന്നലെയല്ല. കാരണം ഈ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ CBIക്ക് കൃത്യമായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഈ വിവരം ലഭിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പെട്ടെന്ന് അവസാനിപ്പിക്കുമല്ലോ. പെട്ടെന്ന് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഇത് ഈ ഒരു തടവുകാരൻ മറ്റൊരു സഹ തടവുകാരന് നൽകിയ മൊഴിയാണ്. അതുകൊണ്ട് തന്നെ CBI ഇതെങ്ങനെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ മുഖവിലേക്ക് ഏത് തരത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് സംശയമുണ്ടോ? CBIയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണല്ലോ ഈ കേസുമായി ബന്ധപ്പെട്ട്. അപ്പം CBI മുഖവിലക്കെടുക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഫിജി. കാരണം ജസ്നയെ പറ്റി ഏതെങ്കിലും തരത്തിലൊരു വിവരം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് CBIയെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ചിലപ്പോൾ ഈ പല കേസുകളും ഇപ്പോൾ നമുക്കറിയാം, സിസ്റ്റർ അഭയ കേസൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അടയ്ക്കാക്കള്ളൻ രാജുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള വൈദികർക്കെതിരെ പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ വന്നത്. ആ പ്രതികളെ ശിക്ഷിക്കാനുള്ള കാരണമൊക്കെ ഈ മോഷണക്കേസിലെ പ്രതിയായിരുന്ന അടയ്ക്ക രാജുവിൻ്റെ മൊഴിയാണ്. അതേപോലെ തന്നെയാണ് ഈ കേസും വന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു മോഷണക്കേസിലെ പ്രതി ഈ മൊഴി നൽകുമ്പോൾ അതിനെ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളത് ചോദ്യം തന്നെയാണ്. ഫിജി ചോദിച്ചതുപോലെ അത് ചോദ്യം തന്നെയാണ്. പക്ഷേ അതിനെ അങ്ങനെ തള്ളിക്കളയാൻ പെട്ടെന്ന് CBIക്ക് കഴിയില്ല. കാരണം ഈ സമാനമായ ഒരുപാട് കേസുകൾ നമുക്ക് ഇതിനു മുൻപും കേരള പോലീസിൻ്റെ ഈ പരിശോധനകൾ നടത്തി അറിയാം. പ്രത്യേകിച്ച് സുകുമാരക്കുറുപ്പിൻ്റെ കേസ് അടക്കം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മോഷണക്കേസിലെയൊക്കെ പ്രതികൾ നൽകുന്നത് ആദ്യം അവർ മുഖവിലേക്ക് എടുക്കാൻ തയ്യാറായെങ്കിലും പക്ഷെ പിന്നീട് ഇതൊരു വലിയ തെളിവായി മാറുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ജസ്നയെ കുറിച്ച് നിർണായക മൊഴി ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാം. ജസ്നയെ കണ്ടെത്താൻ ഉടനെ കഴിഞ്ഞേക്കും എന്നും ആശ്വസിക്കാം. ജി കുഞ്ഞുമോനാണ് വിവരങ്ങളുമായി ചേർന്നത് കൊച്ചിയിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്